നമുക്ക് ഏറ്റവും കോൺഫിഡൻഷ്യലായിട്ട് വളരെ രഹസ്യമായിട്ട് ഒരു മെസ്സേജ് ആർക്കെങ്കിലും അയക്കണം. ഇങ്ങനെ അയക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാ? ചിലർ പറയും വാട്സപ്പ് കൂടെ വ്യൂവൻസിൽ അയക്കാം, അല്ലെങ്കിൽ ടെലഗ്രാമിൽ കൂടെ അയക്കാം, അങ്ങനെ പല ഓപ്ഷനും പറയും. എന്നാൽ ഞാൻ പറയുന്നത് നമുക്ക് ഏറ്റവും കോൺഫിഡൻഷ്യലായിട്ട് മെസ്സേജ് അയക്കാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ഇമെയിൽ തന്നെ കേട്ടോ. എങ്ങനെ ഇമെയിലിൽ കൂടെ വളരെ രഹസ്യമായിട്ട് കോൺഫിഡൻഷ്യലായിട്ട് ഒരു മെസ്സേജ് അയക്കുക, അതൊന്ന് കാണിച്ചു തരാം. അത്യാവശ്യമുള്ളൊരു മെസ്സേജ് അത് കിട്ടുന്ന ആളത് അറിയണം, അവർക്കത് മനസ്സിലാകണം. പക്ഷേ അവർ ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല, സ്ക്രീൻഷോട്ട് എടുക്കാൻ പാടില്ല, സേവ് ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യരുത്. ഷെയർ ചെയ്യാനോ കോപ്പി എടുക്കാനോ ഒന്നും ചെയ്യരുത്. നമ്മളെ മെസ്സേജ് അവർ കാണണം, അറിയണം, അത്രേ. അങ്ങനത്തെ ഒരു മെസ്സേജ് മെയിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഒന്ന് അയച്ചു വെക്കുക, ഒരു മെയിലൊന്ന് അയച്ചു വെക്കുക. മെയിൽ എടുക്കുക, കമ്പോസിൽ ആർക്കാണോ അയക്കേണ്ടി അതൊന്ന് ഞാനിപ്പോൾ ഒരു മെയിലൂടെ സെലക്ട് ചെയ്ത് അയക്കേണ്ടിയ മെയിൽ സെലക്ട് ചെയ്ത് അതിനുശേഷം സബ്ജക്റ്റ് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമല്ലേ. ഒരു ഫോട്ടോ ആണ് എടുക്കുന്നത്. അറ്റാച്ച്മെൻറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക. ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ അവിടെ അറ്റാച്ച് ചെയ്ത് ഇനി നമുക്കിത് അയക്കണ്ടേ. അയക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? മേലൊരു 3 കുത്തുണ്ട്, അതിലൊരു കുത്തു എടുത്താൽ ഇവിടെ കോൺഫിഡൻഷ്യൽ മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പയറി ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യുക. 1 ദിവസം മുതൽ 5 വർഷം വരെ ഉണ്ട്. അതായത് ആ ടൈം കഴിഞ്ഞാൽ അത് എക്സ്പയർ ആവും, പിന്നെ അത് കാണാനാകില്ല. ജസ്റ്റ് കാണിച്ചു തരികയല്ല. ഞാൻ 1 ഡേ അവിടെ സെലക്ട് ചെയ്ത് അതിൻ്റെ താഴെ സ്റ്റാൻഡേർഡ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് SMS പാസ്കോഡ് എന്നുള്ള ഇതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം മേലെ സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് ഇത് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്യാൻ വേണ്ടി ഇത് കൊടുക്കുന്ന നേരം ഇങ്ങനൊരു പോപ്പപ്പ് വരും. ഇവിടെ ആഡ് മിസ്സിങ് ഇൻഫർമേഷൻ എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അന്നേരം നമുക്ക് എന്ത് ചെയ്യുക? നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവരെ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാന്ന്. ഫോൺ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് ഡണ്ണ് കൊടുത്ത് ഇനി നമുക്കിത് സെൻഡ് ചെയ്യാം. ആ മെയിൽ ഞാൻ സെൻഡാക്കി. ഇനി ഇത് കിട്ടുന്ന ആൾക്ക് എങ്ങനെയാണ് കിട്ടുക അതുകൂടി ഒന്ന് നോക്കുക. നമ്മൾ ഇതേ ഫോണിൽ തന്നെയുള്ള ഒരു മെയിലിലേക്ക് ഞാൻ സെൻഡ് ചെയ്ത് അതുകൊണ്ട് അത് കാണിച്ചു തരാം. ഞാൻ അയച്ച മെസ്സേജ് ഇവിടെ വന്നിക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നവർ ഇങ്ങനെയാണ് കാണിക്കുക. സെൻഡ് പാസ്കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഈ സെൻഡ് പാസ്കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും. ആ പാസ്കോഡ് SMS ആയിട്ട് വരും. ആ പാസ്കോഡ് ഞാനിവിടെ എൻ്റർ ചെയ്ത് അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ മെസ്സേജ് അവിടെ ഓപ്പൺ ആവും. ഇല്ലെങ്കിൽ ഇത് ഓപ്പൺ ആക്കാനാകില്ല. സംഭവം തീർന്നിക്കോ. ഇനിയിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനാകില്ല, സ്ക്രീൻഷോട്ട് എടുക്കാനാകില്ല, ഒന്നും ആക്കാനാകില്ല. ആർക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ അതും ആകില്ല, കോപ്പി എടുക്കണം വെച്ചാൽ അതും ആകില്ല, ഒന്നും ആകില്ല. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു ടൈം സെറ്റ് ചെയ്തിട്ടില്ലേനോ, 1 ദിവസം, 1 വീക്ക്, 1 മാസം എന്നൊക്കെ. അത്രയും ടൈം കഴിഞ്ഞാൽ പിന്നെ ഈ മെസ്സേജ് അവർക്ക് കാണാനും ആകില്ല. അതുവരെ ഈ മെയിൽ ഓപ്പൺ ചെയ്ത് കാണാമെന്നല്ലാണ്ട് അത് എന്താണെന്ന് അറിയാമെന്നല്ലാണ്ട് അതിപ്പം ഫോട്ടോ ആയാലും ടെക്സ്റ്റ് ആയാലും വീഡിയോ ആയാലും ഓഡിയോ ആയാലും എന്തെന്നായാലും അവർക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ, കേൾക്കാൻ, അറിയാം. അപ്പം ഏറ്റവും കോൺഫിഡൻഷ്യലായിട്ട് ഒരു രഹസ്യമായിട്ടൊക്കെ ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ, മറ്റാരും അറിയാണ്ട് മറ്റാർക്കും ആക്സസ് ചെയ്യാനാകാണ്ട് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ജിമെയിലുള്ള കോൺഫിഡൻഷ്യൽ മോഡ് തന്നെയാണ്. നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഉപകാരമാണെങ്കിൽ ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്ക്, ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മ പയ്യൂർ. താങ്ക് യു സോ മച്ച്.